So today we are going to start capital asset pricing model. Let's see what is capital asset pricing model in detail. So CAPM or capital asset pricing model is also referred to as Sharpe, Lindner, Mawson capital asset pricing model. എന്തുകൊണ്ടാണ് ആ പേര് വന്നതെന്ന് ചോദിച്ചാൽ വില്യം ഷാർപ്പ്, ജോൺ ലിൻഡ്നർ ആൻഡ് ജാൻ മോസൺ എന്ന് പറയുന്ന മൂന്ന് റിസർച്ചേഴ്സ് ചേർന്നാണ് ഈ ഒരു മോഡൽ ഡെവലപ്പ് ചെയ്തെടുത്തത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ റെഫർ ടു ആസ് ഷാർപ്പ്, ലിൻഡ്നർ, മോസൺ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ എന്ന് പറയുന്നത്. ഈ CAPM എന്ത് ചെയ്യുന്നു? ഇറ്റ് പ്രൊവൈഡ്സ് എ ഫ്രെയിം വർക്ക് ടു ഡിറ്റർമിൻ ദ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ എൻ അസറ്റ്. അപ്പോൾ ഒരു അസറ്റിൽ നിന്നും നമ്മളൊരു പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്തുമാത്രം റിട്ടേൺ കിട്ടണം എന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ് CAPM ചെയ്യുന്നത്. It also indicates the relationship between return and risk of the asset. റിട്ടേൺ കൂടുമ്പോൾ റിസ്ക്കും അതനുസരിച്ച് കൂടുന്നു എന്നുള്ളൊരു റിലേഷൻഷിപ്പാണ് യൂഷ്വലി റിട്ടേൺ ആൻഡ് റിസ്ക് തമ്മിലുള്ളത്. അപ്പൊ ആ ഒരു റിലേഷൻഷിപ്പിനെ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാനും CAPM ശ്രമിക്കുന്നുണ്ട്. The required rate of return specified by CAPM helps in valuing an asset. So what is the value of an asset? Can be determined by calculating the required rate of return as per the provisions of CAPM. Now, once we have the expected or the estimated rate of return, we can compare it with the required rate of return and determine whether the asset is fairly valued. നമ്മുടെ കയ്യിൽ എസ്റ്റിമേറ്റഡ് അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഒന്നുകിൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ താനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. ഇനി ആ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേണും റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേണും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അസറ്റ് വാല്യൂ ഫെയർലി വാല്യൂഡ് ആണോ അതോ അണ്ടർ പ്രൈസ്ഡ് ആണോ ഓവർ പ്രൈസ്ഡ് ആണോ എന്നൊക്കെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റും. Under CAPM, the security market line exemplifies the relationship between an asset's risk and its required rate of return. അപ്പോൾ ഒരു റിസ്ക്കും റിട്ടേണും തമ്മിലുള്ള റിലേഷൻ CAPM കാണിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരെണ്ണമാണ് SML, that is security market line. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. CAPM എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ദ ഷാർപ്പ്, ലിൻഡ്നർ, മോസൺ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ. ഇറ്റ് പ്രൊവൈഡ്സ് എ ഫ്രെയിംവർക്ക് ഫോർ കാൽക്കുലേറ്റിംഗ് ദ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് an asset. And this required rate of return is compared with the estimated rate of return in order to find out the fair value of the asset, to find out whether the asset is fairly valued. And SML, that is a security market line, shows the relationship between asset's risk and its required rate of return. ഇത്രയാണ് ജനറൽ ആയിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത് CAPM-നെ പറ്റി. ഇനി CAPM is based upon some basic assumptions. What are these assumptions? Let's look into the different assumptions of CAPM. First one is investors make their investment decision on the basis of risk-return assessments measured in terms of expected return and standard deviation of return. So, expected return, standard deviation of return എന്ന് പറഞ്ഞാൽ റിസ്ക് ആണ്. അപ്പം റിട്ടേണിന്റെയും റിസ്കിന്റെയും ബേസിസിലാണ് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എടുക്കുന്നത്. That is the first assumption. So the two factors that an investor will consider is the return and the risk involved in the investment. Second assumption, there is perfect competition and purchase and sale by a single investor cannot affect prices. മാർക്കറ്റ് എഫിഷ്യൻ്റ് ആണ്, എല്ലാവർക്കും ഒരുപോലെ ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ്, എല്ലാവരും ഹോമോജീനിയസ് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് ഉള്ളവരാണ്. അപ്പോൾ അവിടെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നൊരു സിറ്റുവേഷനാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ആളുകൾ എല്ലാവരും ഒരേപോലത്തെ ഡിസിഷൻസ് ആയിരിക്കും എടുക്കുന്നത്. ഒരാളുടെ പർച്ചേസും ഒരാളുടെ സെയിലോ ഒരു സിംഗിൾ ഇൻവെസ്റ്ററിന്റെ പർച്ചേസോ സെയിലോ ആ പ്രൈസസിനെ എഫക്റ്റ് ചെയ്യത്തില്ല. തേർഡ് വൺ, ദർ ഇസ് നോ ട്രാൻസാക്ഷൻ കോസ്റ്റ്. അതായത് ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ്. ഇറ്റ് ഇസ് നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ് വെൻ ഇറ്റ് കംസ് ടു ഇൻവെസ്റ്റ്മെന്റ്. അതുകൊണ്ട് അത് ഇഗ്നോർ ചെയ്യാം എന്നാണ് അവരുടെ ഡിസിഷൻ. സോ തേർഡ് അസംപ്ഷൻ ഇസ് ദാറ്റ് ദർ ഇസ് നോ ട്രാൻസാക്ഷൻ കോസ്റ്റ്. ഫോർത്ത് വൺ, ദർ ആർ നോ പേഴ്സണൽ ഇൻകം ടാക്സസ്. ടാക്സ് നമുക്കൊരു ഇൻകം കിട്ടുമ്പോൾ നമ്മൾ അതിന് ടാക്സ് പേ ചെയ്യണം. സോ വെൻ യു ആർ എ പേഴ്സൺ ഹൂസ് ഇൻവെസ്റ്റിംഗ് ഇൻ ദ സ്റ്റോക്ക്, you can have income in two ways, either as capital appreciation or as dividend. അപ്പോൾ ഡിവിഡൻഡ് ആയിട്ടായാലും ക്യാപിറ്റൽ അപ്രിസിയേഷൻ ആയിട്ടായാലും ടാക്സ് റേറ്റ്സ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെയിം ആണ്. സോ ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഹി ഡസ് നോട്ട് കെയർ വെദർ ഹി ഗെറ്റ്സ് ദ റിട്ടേൺ ഇൻ ദ ഫോം ഓഫ് ഡിവിഡൻസ് ഓർ ക്യാപിറ്റൽ ഗെയിൻ. എങ്ങനെ കിട്ടിയാലും
രണ്ടിനെയും ടാക്സ് റേറ്റ്സ് ഒരുപോലത്തെ ആയതുകൊണ്ട് അവിടെ ഇൻകം ടാക്സിനെ കാൽക്കുലേറ്റ് ചെയ്യാറില്ല. സോ ദർ ആർ നോ പേഴ്സണൽ ഇൻകം ടാക്സസ്. Next, the investor can lend or borrow any amount of funds desired at a rate of interest equal to the rate for riskless securities. Riskless securities എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണ്. അതിന് റിട്ടേൺസ് അഷ്യോർഡ് ആണ്. ഇവിടെ റിസ്ക് ലെവൽ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇങ്ങനത്തെ സെക്യൂരിറ്റീസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ അഷ്യോർഡ് ആണ് അല്ലേ. അപ്പോൾ ഈ അഷ്യോർഡ് റിട്ടേണിന്റെ അതേ പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റിൽ ഇൻവെസ്റ്റേഴ്സിന് ഫണ്ട്സ് ബോറോ ചെയ്യാനും ലെൻഡ് ചെയ്യാനും പറ്റും എന്നാണ് ഇവരുടെ ഒരു ബേസിക് അസംപ്ഷൻ. ഇൻവെസ്റ്റേഴ്സ് ക്യാൻ സെൽ ഷോർട്ട് എനി എമൗണ്ട് ഓഫ് എനി ഷെയർസ്. സെൽ ഷോർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഷെയർസ് ഇല്ല, പക്ഷെ വിൽ എഗ്രി ടു സെൽ ദ ഷെയർസ് ഇൻ ദ ഫ്യൂച്ചർ ഇൻ ദ ഹോപ്പ് ദാറ്റ് വിൽ ബി ഏബിൾ ടു ബൈ ഇറ്റ് അറ്റ് എ ലെസർ റേറ്റ് ബിഫോർ ദ സെയിൽസ് ഡേറ്റ്. അപ്പോൾ ഞാൻ സെൽ ചെയ്യാമെന്നൊരു എഗ്രിമെന്റ് എൻ്റർ ചെയ്തു. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് സെൽ ചെയ്യുന്ന ആ ഡേറ്റിന് മുമ്പ് സെൽ ചെയ്യാവുന്ന പ്രൈസിനേക്കാൾ കുറഞ്ഞ ഒരു പ്രൈസിന് നമുക്ക് ഷെയർസ് വാങ്ങിച്ചിട്ട് ആ കൂടിയ പ്രൈസിൽ വിൽക്കാൻ പറ്റും എന്നുള്ളൊരു അസംഷനാണ് CAPM എടുക്കുന്നത്. Investors share homogeneity of expectation. All of them want high returns at a certain point of level of risk. Acceptable level of risk എന്ന് പറയുന്ന ആ ഒരു ലെവലിൽ ഏറ്റവും ഹയസ്റ്റ് റിട്ടേൺ കിട്ടുന്ന സെക്യൂരിറ്റീസ് ആയിരിക്കും എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. These are the basic assumptions of capital asset pricing model. Now, in the last class we were learning about the modern portfolio theory അല്ലേ. അപ്പം മാർക്കോവിറ്റ്സിന്റെ മോഡേൺ തിയറി അനുസരിച്ച് എഫിഷ്യന്റ് ഫ്രോണ്ടിയർ എന്താണെന്നൊക്കെ നമ്മൾ കണ്ടു. എഫിഷ്യന്റ് ഫ്രോണ്ടിയർ ഇസ് ഗോട്ട് ബൈ ജോയിനിങ് ദ മിനിമം ഗ്ലോബൽ വേരിയൻസ് വിത്ത് ദ സെക്യൂരിറ്റി ദാറ്റ് ഗിവ്സ് യു ദ ഹയസ്റ്റ് റിട്ടേൺ. അപ്പൊ ഏറ്റവും കുറഞ്ഞ റിസ്ക് ഉള്ള സെക്യൂരിറ്റിയും ഏറ്റവും കൂടുതൽ റിട്ടേൺ തരുന്ന സെക്യൂരിറ്റി അല്ലെങ്കിൽ പോർട്ട്ഫോളിയോയും തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കോൺകേവ് ഷേപ്പിനെ നമ്മൾ പറയുന്നതാണ് എഫിഷ്യന്റ് ഫ്രോണ്ടിയർ എന്ന് പറയുന്നത്. ഈ എഫിഷ്യന്റ് ഫ്രോണ്ടിയറിൽ വരുന്ന പോർട്ട്ഫോളിയോസ് എഫിഷ്യന്റ് ആയിരിക്കും. വി ക്യാൻ ചൂസ് വൺ ടു ഇൻവെസ്റ്റ്. അപ്പൊ ഇവർ പറയുന്നത് എഫിഷ്യന്റ് ഫ്രോണ്ടിയറിൽ ലെൻഡിങ് എന്നൊരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ എന്ത് സംഭവിക്കും. ആദ്യത്തെ മാർക്കോവിറ്റ്സിന്റെ മോഡേൺ പോർട്ട്ഫോളിയോ തിയറിനെ ഡെവലപ്പ് ചെയ്ത് എടുത്തതാണ് CAPM എന്ന് പറയുന്നത്. സോ നമ്മൾ ഇവിടെ നമ്മുടെ ബേസിക് അസംപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് റിസ്ക് ഫ്രീ സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. എൻ്റെ കയ്യിലുള്ള ഫണ്ട്സിൽ ഒരു സർട്ടൻ പെർസെൻറ്റേജ് ഞാൻ റിസ്ക് ഫ്രീ സെക്യൂരിറ്റീസ് ആയ ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അതിന്റെ റിസ്ക് എന്ന് പറയുന്നത് 0 ആണ്. കണ്ടോ, പോർട്ട്ഫോളിയോ റിസ്ക് ആണ് ഇവിടെ നമ്മൾ താഴെ X ആക്സിസിൽ ഡിനോട്ട് ചെയ്യുന്ന, റിട്ടേൺ ആണ് Y ആക്സിസിൽ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ 0 റിസ്കിൽ എനിക്ക് റിട്ടേൺസ് കിട്ടുന്നതാണ് ഈ RF എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയത് കോൺകേവ് കർവ് ABC represents an efficient frontier of risky portfolios. B is the optimal portfolio in the efficient frontier. ഇതിലുള്ള ഏറ്റവും ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് B എന്ന് പറയുന്നതാണ്. അതിന്റെ റിട്ടേൺ 15%ഉം റിസ്ക് 8%ഉം ആണെന്ന് ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. A risk-free asset with a rate of return of 7 is available for investment. അപ്പോൾ നമ്മൾ 7% റിട്ടേൺസ് കിട്ടുന്നത് ഇവിടെ നമ്മൾ 0 റിസ്കിൽ പ്ലോട്ട് ചെയ്തു. The investor may lend a part of his money at a riskless rate, that is, invest in the risk-free asset and invest the remaining portion of his funds in a risky portfolio. അപ്പോൾ പറയുന്ന ഒരു സർട്ടൻ പെർസെൻറ്റേജ് നമ്മൾ റിസ്ക്ലെസ് അസറ്റിലും സർട്ടൻ പെർസെൻറ്റേജ് റിസ്കി പോർട്ട്ഫോളിയോ ബിയിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എന്നാണ് ഇവരിവിടെ പറയുന്നത്. അപ്പോൾ ഇതിനെ ലെൻഡിങ് എന്നവർ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ റിസ്ക് ഫ്രീ സെക്യൂരിറ്റിയിൽ എത്ര രൂപയാണോ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് സിമിലർ ടു ലെൻഡിങ് മണി അല്ലേ. ഞാൻ ആർക്കെങ്കിലും പൈസ കടം കൊടുത്തിട്ട് തിരിച്ച് അതിന് പലിശ വാങ്ങിക്കുന്ന പോലെയാണ് റിസ്ക് ഫ്രീ സെക്യൂരിറ്റിയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് റിസ്ക് ഇല്ലാതെ അതിന്റെ റിട്ടേൺ അഷ്യോർഡ് ആണ്. സോ ഇറ്റ് ഇസ് സിമിലർ ടു ലെൻഡിങ്. അങ്ങനെയാണ് അവർ അതിനെ റിസ്ക് ഫ്രീ സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് ഇവിടെ ലെൻഡിങ് എന്ന് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മുടെ എഫിഷ്യന്റ് ഫ്രോണ്ടിയർ ചെറിയൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് മാറിക്കഴിഞ്ഞു. അതാണ് അതിന്റെ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു വേരിയേഷൻ എന്ന് പറയാവുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്, അവർ തന്നെ നമുക്ക് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. If an investor places 40% of his funds in the risk-free asset and remaining 60% in portfolio B,
The return and risk of this combined portfolio O എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും അല്ലേ? അപ്പോൾ I'm investing 40% of my funds in risk-free security and 60% in portfolio B. അപ്പോൾ ഈ ഒരു പോർട്ട്ഫോളിയോയിൽ എന്തുമാത്രമാണ് റിട്ടേൺ ആൻഡ് റിസ്ക് ഇൻവോൾവ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെ? അപ്പോൾ ഇവർ പറയുന്നത് expected return on the combined portfolio. ഈ combined portfolio എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് C എന്ന് ഇട്ടിരിക്കുന്നത്. അപ്പോൾ return of the combined portfolio, that is you are including both risky and risk-free security in your portfolio, and the return of that combined portfolio is equal to W നമുക്കറിയാം proportion of funds invested in the risky portfolio. RM എന്ന് പറഞ്ഞാൽ expected return on the risky portfolio. അപ്പം റിസ്കി പോർട്ട്ഫോളിയോയിൽ കിട്ടുന്ന റിട്ടേണും അതിൽ ഇൻവെസ്റ്റ് ചെയ്ത പെർസെൻറ്റേജും കൂടി തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു പ്ലസ് 1 മൈനസ് ദ പ്രൊപ്പോർഷൻ ഓഫ് ഫണ്ട്സ് ഇൻവെസ്റ്റഡ് ഇൻ ദ റിസ്കി പോർട്ട്ഫോളിയോ. അപ്പോൾ നമ്മൾ റിസ്കി പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്ത പെർസെൻറ്റേജ് 1ൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ റിസ്ക്ലെസ് പോർട്ട്ഫോളിയോയിൽ റിസ്ക്ലെസ് അസറ്റിൽ എന്തുമാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് നമുക്ക് കിട്ടും. അതായത് നമ്മൾ ഈ പ്രൊപ്പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇസ് ഈക്വൽ ടു 1 എന്നല്ലേ കിട്ടുന്നത്. അപ്പോൾ അതിലൊരു certain percentage റിസ്കി പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ 1 മൈനസ് ദാറ്റ് പെർസെൻറ്റേജ് വിൽ ഗിവ് യു ദ പെർസെൻറ്റേജ് ദാറ്റ് യു ഇൻവെസ്റ്റഡ് ഇൻ റിസ്ക് ഫ്രീ സെക്യൂരിറ്റീസ്. അപ്പോൾ റിസ്ക് ഫ്രീ സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്ത പ്രൊപ്പോർഷൻ ഓഫ് ഫണ്ട്സ് ഇൻടു റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ റിസ്ക്ലെസ് സെക്യൂരിറ്റി. അപ്പോൾ അത്രയാണ് നമ്മുടെ ഫോർമുല ടു കാൽക്കുലേറ്റ് ദ റിട്ടേൺ ഓഫ് ദ കമ്പൈൻഡ് പോർട്ട്ഫോളിയോ. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂസ് അനുസരിച്ചാണെങ്കിൽ 60% is in portfolio B and 40% is in portfolio risk-free asset. So ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? റിസ്കി പോർട്ട്ഫോളിയോയിലെ പെർസെൻറ്റേജ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് 0.60, റിസ്കി പോർട്ട്ഫോളിയോയുടെ റിട്ടേൺ എന്ന് പറയുന്നത് 15 ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, റിട്ടേൺ ഓഫ് ദ പോർട്ട്ഫോളിയോ ഇസ് ₹15. ഇപ്പോൾ റിസ്കി പോർട്ട്ഫോളിയോ ആയ ബിയിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് 15 കിട്ടി. റിസ്ക് ഫ്രീ റേറ്റ്, റിസ്ക് ഫ്രീ അസറ്റിന്റെ റിട്ടേൺ എന്ന് പറഞ്ഞാൽ 7% ആണ്. ഇവിടെ 60% ഇൻവെസ്റ്റ് ചെയ്തു. ഇവിടെ ഇപ്പോൾ 1 മൈനസ് 0.60 ചെയ്താൽ നമുക്ക് 40 എന്ന് കിട്ടും. അല്ല ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്കത് തന്നിട്ടുണ്ട്. സോ നമ്മളിവിടെ 0.40 എന്ന് എടുത്തു. റിസ്ക് ഫ്രീ സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ റിട്ടേൺ റേറ്റ് 7 ആണ്. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു, ആഡ് ചെയ്തു, 11.8% ആണ് കമ്പൈൻഡ് പോർട്ട്ഫോളിയോയുടെ റിട്ടേൺ എന്ന് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി വാട്ട് ഇസ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓർ ദ റിസ്ക് ഇൻവോൾവ് ഇൻ ദ കമ്പൈൻഡ് പോർട്ട്ഫോളിയോ, ദ ടോട്ടൽ റിസ്ക്. ഈ റിസ്ക് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ആൻഡ് അൺസിസ്റ്റമാറ്റിക് റിസ്ക് കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പ്രൊപ്പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ റിസ്കി പോർട്ട്ഫോളിയോ ഇൻടു ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ റിസ്കി പോർട്ട്ഫോളിയോ പ്ലസ് നേരത്തെ പോലെ തന്നെയാണ് 1ൽ നിന്നും പ്രൊപ്പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് റിസ്കി പോർട്ട്ഫോളിയോ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രൊപ്പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ റിസ്ക്ലെസ് അസറ്റ് എത്രയായിരുന്നു എന്ന് കിട്ടും. അത് ഇൻടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ റിസ്ക്ലെസ് ഓർ റിസ്ക് ഫ്രീ അസറ്റ്. അപ്പോൾ നമുക്കിവിടെ നോക്കാം, നമ്മുടെ ആവശ്യത്തിനുള്ള നമുക്ക് ഇപ്പോൾ ഓൾറെഡി അറിയാം 0.40 ആണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ചെറിയ ചേഞ്ച് വരുത്തിയിട്ടുണ്ട് ക്വസ്റ്റ്യൻ. സി, ഇഫ് വി ചേഞ്ച് ദ പ്രൊപ്പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ റിസ്കി പോർട്ട്ഫോളിയോ ടു 75%, ദ റിട്ടേൺ ആൻഡ് റിസ്ക് ഓഫ് ദ കമ്പൈൻഡ് പോർട്ട്ഫോളിയോ അത് നമുക്ക് കൺസിഡർ ചെയ്യും. അപ്പോൾ ആദ്യത്തെ വെച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. വി ഓൾറെഡി നോ ദ വെയിറ്റ് ആസ് 0.60 ആൻഡ് 0.40. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 0.60 റിസ്കി ആയിട്ടുള്ള പോർട്ട്ഫോളിയോയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ് ക്വസ്റ്റ്യനിലുണ്ടോ? സി, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ പോർട്ട്ഫോളിയോ ഇസ് 8%. സോ W എന്ന് പറഞ്ഞാൽ 0.60, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ റിസ്കി പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ 8. ഇനി 1 മൈനസ് W ചെയ്യുമ്പോൾ 0.40 കിട്ടും. അത് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് റിസ്ക്ലെസ് അസറ്റ്, റിസ്ക് ലെസ് ആണ്, റിസ്ക് ഫ്രീ ആണ്. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ 0 ഇൻറ്റു 0.40 0 തന്നെ തരും. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. അതുകൊണ്ടാണ് നമ്മുടെ ആൻസർ ചെയ്തപ്പോഴും 0.60 ഇൻറ്റു 8 മാത്രം ചെയ്തത്. സോ ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ കമ്പൈൻഡ് പോർട്ട്ഫോളിയോ ഇസ് ഈക്വൽ ടു 4.8%. ഇനി അവർ പ്രൊപ്പോർഷൻ ചേഞ്ച് ചെയ്യാണ്. റിസ്കി പോർട്ട്ഫോളിയോയിൽ 75%, മറ്റേ ബാക്കിയുള്ള പെർസെൻറ്റേജ് റിസ്ക് ലെസ് അല്ലെങ്കിൽ റിസ്ക് ഫ്രീ ആയിട്ടുള്ള സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ എങ്ങനെയൊക്കെ മാറി? ഇപ്പം പ്രൊപ്പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് 0.75, 1 മൈനസ് 0.75 0.25, 15%ഉം 7% തന്നെയാണ് ഇപ്പോഴും റിട്ടേൺസ്. അപ്പോൾ നമ്മുടെ കമ്പൈൻഡ് പോർട്ട്ഫോളിയോയുടെ റിട്ടേൺ എന്ന് പറയുന്നത് 13% ആയി. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോക്കുവാണ് നമ്മൾ, റിസ്ക് ഇൻവോൾവ് എത്രയാണ്? 0.75 ഇൻറ്റു
8. ഈ ഒരു ഫസ്റ്റ് ഹാഫ് മാത്രം നമ്മൾ ചെയ്താൽ മതി. 1 മൈനസ് ഡബ്ല്യു ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എഫ് എന്ന് പറയുന്നത് 0 ആണ്. സോ അത് നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. സോ പ്രപ്പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ റിസ്കി പോർട്ട്ഫോളിയോ ഇപ്പോൾ 0.75 ആണ്. അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 8 ആണ്. അപ്പോൾ 6%. അപ്പൊ നമുക്ക് എന്ത് കാണാം, ഇവിടെ കോമ്പിനേഷൻ മാറ്റിയപ്പോഴത്തേക്കും, കോമ്പിനേഷനിലെ പ്രപ്പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് മാറ്റിയപ്പോഴേക്കും റിട്ടേൺ കൂടി, അതനുസരിച്ച് റിസ്ക്കും കൂടി. അപ്പൊ ബോത്ത് റിട്ടേൺ ആൻഡ് റിസ്ക് ആർ ലോവർ ദാൻ ദോസ് ഓഫ് ദ റിസ്കി പോർട്ട്ഫോളിയോ. നമ്മളിപ്പോൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും റിസ്കി പോർട്ട്ഫോളിയോയിൽ മാത്രം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ, അതായത് ഈ ബി എന്ന് പറയുന്ന പോർട്ട്ഫോളിയോ, എഫിഷ്യന്റ് ഫ്രോണ്ടിയർ വരച്ചു, ബി എന്ന് പറയുന്ന പോർട്ട്ഫോളിയോയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് കിട്ടുന്ന റിട്ടേൺ 15ഉം ഞാൻ ബെയർ ചെയ്യുന്ന റിസ്ക് എന്ന് പറഞ്ഞാൽ 8ഉമാണ്. ബട്ട് ഞാൻ റിസ്ക് ഫ്രീ സെക്യൂരിറ്റി കൂടെ ഇൻവെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ പ്രപ്പോർഷൻ പല രീതിക്ക് മാറ്റി നോക്കി, എന്നിട്ടും 15 എന്ന് പറയുന്ന റിട്ടേണിനേക്കാൾ കുറവാണ് 11.8ഉം, അതുപോലെ തന്നെ 13 എന്ന് പറയുന്നത്, അതുപോലെ 7 എന്ന് പറയുന്ന, അതുപോലെ റിസ്ക് എന്ന് പറയുന്ന 8ൽ നിന്നും കുറവ് തന്നെയാണ് 4.8ഉം 6 എന്നും പറയുന്നത്. അപ്പൊ ബോത്ത് റിട്ടേൺ ആൻഡ് റിസ്ക് ആർ ലോവർ ദാൻ ദോസ് ഓഫ് ദ റിസ്കി പോർട്ട്ഫോളിയോ. റിട്ടേണും കുറഞ്ഞു, റിസ്ക്കും കുറഞ്ഞു, നമ്മൾ ഒരു റിസ്ക് ഫ്രീ അസറ്റിലും കൂടെ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ. ഇനി അവർ പറയുന്നത് ഇങ്ങനെ പല കോമ്പിനേഷൻസും നമുക്ക് ചെയ്യാവുന്നതാണ്. റിസ്ക്ലെസ് സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രൊപ്പോർഷൻ മാറ്റി മാറ്റി നമുക്ക് പലതായിട്ടും കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ് ഇതിന്റെ റിസ്ക് ആൻഡ് റിട്ടേൺ. പക്ഷെ ഇത് എല്ലാം വിൽ ലൈ ഇൻ ദ സ്ട്രെയിറ്റ് ലൈൻ ഫ്രം RF ടു B. ഇതിന്റെ ഇടയ്ക്ക് എവിടെയെങ്ങാനുമായിരിക്കും നമ്മുടെ റിസ്ക്കും റിട്ടേണും എന്ന് പറയുന്നത്. RFന്റെയും ബിയുടെയും ഇടയ്ക്ക് ഒരു പോയിന്റ് ആയിരിക്കും നമ്മുടെ എപ്പോഴും വരുന്ന എക്സ്പെക്റ്റഡ് റിട്ടേണും റിസ്ക്കും എന്ന് പറയുന്നത്, നമ്മൾ ഏത് പ്രപ്പോർഷനിൽ ഇൻവെസ്റ്റ് ചെയ്താലും. ഇത് ലെൻഡിങ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് എഫിഷ്യന്റ് ഫ്രോണ്ടിയർ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ നമ്മൾ വരയ്ക്കും. ഇനി ഇവർ പറയാണ് ബോറോവിങ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ സംഭവിക്കും. W എന്ന് പറഞ്ഞാൽ പ്രപ്പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് സെക്യൂരിറ്റി ആണ്. ഇപ്പോൾ W=1 എന്നാണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് നമ്മുടെ കയ്യിലുള്ള ഫണ്ട്സും റിസ്കി പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഇഫ് W is less than 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോർഷൻ ഓഫ് ദി ഫണ്ട്സ് നമ്മൾ റിസ്കി പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ് ചെയ്തു, ബാക്കി നമ്മൾ റിസ്ക് ഫ്രീ റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു. സപ്പോസ് W is greater than 1, അതായത് നമ്മുടെ കയ്യിലുള്ളതിനേക്കാൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അത് സംഭവിക്കുക, നമ്മൾ ഫണ്ട്സ് പുറത്തു നിന്നും ബോറോ ചെയ്തിട്ടായിരിക്കും ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടാവുക. ദാറ്റ് ഈസ് if W is greater than 1, it means the investor is borrowing at the risk-free rate and investing an amount larger than his own fund in the risky portfolio. കയ്യിലുള്ളതിനേക്കാൾ കൂടുതലായി ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു പോർട്ട്ഫോളിയോ ഇവിടെ ബോറോയിങ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ അതിന് ലെവേർഡ് പോർട്ട്ഫോളിയോ എന്ന് പറയും, മറ്റേ കമ്പൈൻഡ് പോർട്ട്ഫോളിയോ എന്നും ലെവേർഡ് പോർട്ട്ഫോളിയോ എന്ന് നമ്മൾ പറയും. ഇനി ലെവേർഡ് പോർട്ട്ഫോളിയോ ആണെങ്കിൽ അതിന്റെ റിട്ടേൺ ആൻഡ് റിസ്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. റിട്ടേൺ എന്ന് പറഞ്ഞാൽ പ്രപ്പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ റിസ്കി പോർട്ട്ഫോളിയോ ഇൻറ്റു റിട്ടേൺ ഓൺ ദ റിസ്കി പോർട്ട്ഫോളിയോ മൈനസ് W minus 1, that is the proportion of investment in risky portfolio minus 1 into RF, the risk-free borrowing rate. അപ്പോൾ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇക്വേഷനിൽ ഇവിടെ പ്ലസ് സൈൻ ആയിരുന്നു, ഇവിടെ മൈനസ് സൈൻ ആയിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം ഫസ്റ്റ് റിട്ടേൺ എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. റിസ്കി പോർട്ട്ഫോളിയോയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിന് കിട്ടിയ റിട്ടേൺ ആണ് ആ ഫസ്റ്റ് ഹാഫിൽ കാണിക്കുന്നത് അല്ലേ. പ്രപ്പോർഷൻ ഓഫ് ഇൻവെസ്റ്റർ ഫണ്ട്സ് ഇൻവെസ്റ്റഡ് ഇൻ ദ റിസ്കി പോർട്ട്ഫോളിയോ ഇൻറ്റു റിട്ടേൺ ഓൺ ദ റിസ്കി പോർട്ട്ഫോളിയോ. അപ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തമായിട്ടും ബോറോ ചെയ്ത ഫണ്ട്സും യൂസ് ചെയ്ത് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ റിട്ടേൺ അത് നമ്മൾ നോക്കി. The second term of the equation represents the cost of borrowing funds, which is deducted from the gross returns to obtain the net return on the levered portfolio. അപ്പോൾ നമ്മൾ പറയുന്ന റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേണിന്റെ ഇൻട്രസ്റ്റിലാണ് ഞാൻ ബോറോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ബോറോ ചെയ്ത ഫണ്ട്സിന് ഞാൻ പൈസ അടച്ചു തീർക്കണമല്ലോ. അപ്പൊ ആ അടച്ച പൈസയും കൂടെ മാറ്റി കഴിഞ്ഞ ശേഷം എനിക്ക് എത്ര റിട്ടേൺ വരുന്നു എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ബോറോ ചെയ്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ. ഇനി റിസ്ക് ഇൻവോൾവ് നോക്കുകയാണെങ്കിൽ ലിവേർഡ് പോർട്ട്ഫോളിയോയുടെ റിസ്ക്, ദാറ്റ് ഇസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ ടോട്ടൽ റിസ്ക്, can be calculated by multiplying the proportion of investment in risky portfolio with the standard deviation of the risky portfolio. അപ്പോൾ ഇവിടെ നോക്കണം, the return and risk of the investors may be calculated assuming proportion of investment is 1.25. നേരത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്.
അപ്പോൾ അതിൽ അവർ പറഞ്ഞിട്ടുള്ളത് 15 ആണ് നമ്മുടെ മാർക്കറ്റ് റിട്ടേൺ, 7 ആണ് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ, 8 ആണ് അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 1.25 ആണ് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ്. ഇവിടെ എന്ന് പറഞ്ഞാൽ 1 മൈനസ് 1.25 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നതാണ് 0.25 എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ. അപ്പോൾ അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു, മൈനസ് ചെയ്തു, 17% റിട്ടേൺസ് ആണ് കിട്ടുന്നതെന്ന് കണ്ടുപിടിച്ചു. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും 1.25 into 8, that is 10%. അപ്പോൾ the return and risk of the levered portfolio are larger than that of the risky portfolio. B എന്ന് പറയുന്ന പോർട്ട്ഫോളിയോനേക്കാൾ അതിന്റെ റിട്ടേൺ എന്ന് പറഞ്ഞാൽ 15% ആണ്. പക്ഷെ നമ്മൾ ബോറോ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ റിട്ടേൺ 17 ആണ്. ബി എന്ന് പറയുന്ന മാർക്കറ്റ് പോർട്ട്ഫോളിയോയുടെ റിസ്ക് എന്ന് പറഞ്ഞാൽ 8% ആണ്. പക്ഷെ നമ്മൾ ബോറോ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ റിട്ടേൺ എന്ന് റിസ്ക് എന്ന് പറയുന്നത് 10% ആണ്. അപ്പൊ എന്താണ്, ബി എന്ന് പറയുന്ന ഈ പോർട്ട്ഫോളിയോനേക്കാൾ ഹയർ ആയിട്ടുള്ളൊരു റിസ്ക്കും റിട്ടേണും ആയിരിക്കും നമ്മൾ ബോറോ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അങ്ങനെ നമ്മൾ ലെൻഡിങ് ആൻഡ് ബോറോയിങ്ങിൽ എൻഗേജ് ചെയ്യുമ്പോൾ നമ്മുടെ കോൺകേവ് ഷേപ്പിലുള്ള എഫിഷ്യന്റ് ഫ്രോണ്ടിയർ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് മാറും എന്നാണ് മനസ്സിലാക്കേണ്ടത്. And that is what is depicted in 15.2, efficient frontier with borrowing and lending. ഇനി നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡലിൽ ഒരു ഇമ്പോർട്ടൻറ്റ് വൺ ആണ് സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ എന്ന് പറയുന്നത്. അതിനു മുമ്പ് ജസ്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ എന്താണെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് SML എന്താണെന്ന് പഠിച്ചു പോകാവുന്നതാണ്. സോ വാട്ട് ഈസ് ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ? നമ്മൾ ഇവിടെ വരച്ച ഈ ഒരു ലൈൻ ഇല്ലേ, എഫിഷ്യന്റ് ഫ്രോണ്ടിയറിന്റെ അടുത്ത് ലെൻഡിങ് ആൻഡ് ബോറോയിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമ്മുടെ എഫിഷ്യന്റ് ഫ്രോണ്ടിയർ കോൺകേവ് ഷേപ്പിൽ നിന്നും ഒരു സ്ട്രെയിറ്റ് ലൈൻ ഷേപ്പിലോട്ട് പോയി. ദിസ് ലൈൻ ഇസ് നോൺ ആസ് എ CML. See, please note that the risk that we have calculated is the total risk and we have compared with the return. But ഈ ഒരു ലൈനിൽ വരുന്ന എല്ലാ പോർട്ട്ഫോളിയോസും എഫിഷ്യന്റ് പോർട്ട്ഫോളിയോസ് ആയിരിക്കും. അപ്പം എഫിഷ്യന്റ് പോർട്ട്ഫോളിയോസിനെ മാത്രമേ ഇവര് CML ലൈനിൽ കാണിക്കുന്നുള്ളൂ. ദാറ്റ് ഈസ് ഈ ബി എന്ന് പറയുന്ന പോർട്ട്ഫോളിയോ ഒരു കോമൺ പോർട്ട്ഫോളിയോ ആണ്. മാർക്കറ്റിലുള്ള എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഹോമോജീനിയസ് എക്സ്പെക്ടേഷൻസ് ആണ്, ഒരേപോലെ അവർക്ക് ഇൻഫർമേഷൻസ് കിട്ടുന്നു, മാർക്കറ്റ് എഫിഷ്യന്റ് ആണ്. അപ്പൊ അവരുടെ എല്ലാവരുടെ എക്സ്പെക്ടേഷൻ ഒരുപോലെ ആയതുകൊണ്ട് അവർ ഒരേ ഡിസിഷൻസ് ആയിരിക്കും എടുക്കുന്നത്. അപ്പൊ ഏറ്റവും എഫിഷ്യന്റ് പോർട്ട്ഫോളിയോ ബി എന്ന് കാണുമ്പം എല്ലാവരും ചൂസ് ചെയ്യുന്നത് ഈ ബി എന്ന് പറയുന്ന പോർട്ട്ഫോളിയോ തന്നെയായിരിക്കും. അപ്പൊ ഈ ബി എന്ന് പറയുന്ന പോർട്ട്ഫോളിയോ നമുക്ക് മാർക്കറ്റ് പോർട്ട്ഫോളിയോ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈ മാർക്കറ്റ് പോർട്ട്ഫോളിയോ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റിനെയും കൂടെ പല രീതിയിലും കമ്പൈൻ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പം ഇതെങ്ങനെയൊക്കെ കമ്പൈൻ ചെയ്തെടുത്താലും ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ അകത്ത് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ഈ ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ അനുസരിച്ച് the relationship between return and risk of any efficient portfolio on the capital market line can be expressed in the form of an equation. അപ്പോൾ the expected return is equal to capital market line അനുസരിച്ച് expected return is equal to risk free rate of return plus risk free rate of return എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് we are just waiting, that is a reward for time. You are waiting for a return and അത്രയും സമയം നിങ്ങൾ ഈ ഫണ്ട് മാറ്റി വെച്ചിരുന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു റിട്ടേൺ ആണ് ആ RF എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ റിസ്ക് ഒന്നും ബെയർ ചെയ്യുന്നില്ല. സോ ജസ്റ്റ് സിംപ്ലി ദ റിവാർഡ് ഫോർ ദ ടൈം, ദ പ്രൈസ് ഓഫ് ടൈം. RF പ്ലസ് ബ്രാക്കറ്റിൽ RM മൈനസ് RF ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി മാർക്കറ്റ്. RM എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഓഫ് ദി മാർക്കറ്റ്. മാർക്കറ്റ് റിട്ടേണിൽ നിന്നും റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് റിസ്ക് പ്രീമിയം. ദാറ്റ് ഈസ് ദ എക്സ്ട്രാ റിട്ടേൺ ദാറ്റ് യു ഗെറ്റ് ഫോർ ബെയറിംഗ് റിസ്ക് divided by the total risk of the market. അതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് M എന്ന് പറയുന്നത്. സോ പെർ യൂണിറ്റ് ഓഫ് റിസ്ക് ദാറ്റ് യു ബെയർ, വാട്ട് ഈസ് ദ റിസ്ക് പ്രീമിയം ദാറ്റ് യു ഗെറ്റ്, അതാണ് സെക്കൻഡ് പാർട്ടിൽ നമ്മൾ നോക്കുന്നത്. ഒരു യൂണിറ്റ് ഓഫ് റിസ്ക് ബെയർ ചെയ്യുന്നതിന് നിങ്ങൾക്ക് എത്ര റിട്ടേൺ കിട്ടും, അത് ഇൻറ്റു ദ ടോട്ടൽ എമൗണ്ട് ഓഫ് റിസ്ക് ഇൻ ദാറ്റ് പോർട്ട്ഫോളിയോ. ടോട്ടൽ എമൗണ്ട് ഓഫ് റിസ്ക് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദാറ്റ് എഫിഷ്യന്റ് പോർട്ട്ഫോളിയോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. So expected return is equal to RF plus RM minus RF divided by standard deviation of M into standard deviation of the portfolio. അതായത് പ്രൈസ് ഓഫ് ടൈം റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേണിൽ കിട്ടുന്നു. RM minus RF by standard deviation of M എന്ന് പറഞ്ഞാൽ RM minus RF gives you risk premium.
That is the return that you get for bearing the risk. ഇനി ഓരോ യൂണിറ്റ് ഓഫ് റിസ്ക്കും ബെയർ ചെയ്യുന്നതിന് എത്ര റിട്ടേൺ കിട്ടുന്നു എന്ന് അറിയാനാണ് നമ്മൾ അതിനെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ച് ഡിവൈഡ് ചെയ്തത്. ഇനി പ്രൈസ് ഓഫ് റിസ്ക് അപ്പം നമുക്ക് കിട്ടി, അത് ഇൻറ്റു ദ ടോട്ടൽ എമൗണ്ട് ഓഫ് റിസ്ക് ദാറ്റ് യു വില്ലിംഗ് ടു ബെയർ. അത് ചെയ്യുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റ് ലൈനിൽ റിട്ടേൺ ആൻഡ് റിസ്കിന്റെ റിലേഷൻഷിപ്പ് ഈ ഒരു ഇക്വേഷൻ വഴിയായിട്ടാണ് കാണിക്കുന്നത്. ഇതിൽ കുറച്ച് ഫ്ലോസ് ഉണ്ട്. കാരണം ഇവർ ബിലീവ് ചെയ്യുന്നത് risk is of two types, that is systematic risk and unsystematic risk. Systematic risk is the market risk. Unsystematic risk is the company specific or security specific risk. അപ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ വരെയായിട്ട് നമുക്ക് അൺസിസ്റ്റമാറ്റിക് റിസ്കിനെ സീറോ വരെയും കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ the only type of risk that matters is the systematic risk or the market risk. നോക്കി ഇവിടെ നമ്മൾ നോക്കിയപ്പോഴും കണ്ടേ, ഇവിടെ ഇപ്പോൾ കമ്പൈൻഡ് സെക്യൂരിറ്റി റിസ്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഈ ഒരു സെക്കൻഡ് ഹാഫ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 0 ആണ് നമുക്ക് വന്നത്. അപ്പോൾ നമ്മൾ എന്തുമാത്രം കൺസിഡർ ചെയ്താൽ മതി, മാർക്കറ്റിന്റെ റിസ്ക് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഈ W ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് M എന്ന് പറയുന്നത് പ്രപ്പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ റിസ്കി സെക്യൂരിറ്റി ഇൻറ്റു റിട്ടേൺസ് ഫ്രം ദി റിസ്ക് ഇൻവോൾവ് ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ നമ്മൾ സിസ്റ്റമാറ്റിക് റിസ്ക് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അൺസിസ്റ്റമാറ്റിക് റിസ്ക് ക്യാൻ ബി എലിമിനേറ്റഡ് ത്രൂ ഡൈവേഴ്സിഫിക്കേഷൻ. ആൻഡ് സിസ്റ്റമാറ്റിക് റിസ്ക് മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബീറ്റ വാല്യൂ. അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ് ലൈനിൽ നമ്മൾ ടോട്ടൽ റിസ്ക് മെഷർ ചെയ്യാൻ വേണ്ടി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ യൂസ് ചെയ്തെങ്കിൽ, സെക്യൂരിറ്റി മാർക്കറ്റ് ലൈനിൻ്റെ അത് നമ്മൾ സിസ്റ്റമാറ്റിക് റിസ്ക് മാത്രം കൺസിഡർ ചെയ്യാൻ വേണ്ടി ബീറ്റ വാല്യൂ ആണ് എടുത്തിരിക്കുന്നത്. ഇവിടെ കണ്ടോ, എക്സ് ആക്സിസിൽ ബീറ്റയാണ് എടുത്തിരിക്കുന്നത്. Y ആക്സിസിൽ നമ്മൾ എക്സ്പെക്റ്റഡ് റിട്ടേണും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേണിനെ ബേസ് ചെയ്ത് നമ്മളൊരു SML ലൈൻ വരച്ചിട്ടുണ്ട്. M എന്ന് പറയുന്നത് മാർക്കറ്റ് പോർട്ട്ഫോളിയോ ആണ്. അപ്പോൾ ഈ മാർക്കറ്റ് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ബീറ്റ വാല്യൂ 1 ആണ്. നമുക്ക് റിട്ടേണും കിട്ടുന്നുണ്ട് ഈ ഒരു പെർട്ടിക്കുലർ സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ്. ഈ സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ വരച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് പ്രൈസ് ഓഫ് സെക്യൂരിറ്റീസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. സെക്കൻഡ് ഡയഗ്രാം അതിന്റെ ബേസിലാണ്. നമ്മളിപ്പോൾ എക്സ്പെക്റ്റഡ് റിട്ടേൺ എത്രയാണ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് റിട്ടേൺ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. നമ്മൾ ബീറ്റ വാല്യൂസ് ഇവിടെ പ്ലോട്ട് ചെയ്ത് വെക്കും. കാൽക്കുലേറ്റ് ചെയ്ത ശേഷം ബീറ്റ വാല്യൂസ് ഇവിടെ പ്ലോട്ട് ചെയ്യും. എക്സ്പെക്റ്റഡ് റിട്ടേൺ ഫോർ എ പെർസെൻറ്റേജ് സർട്ടൺ ലെവൽ ഓഫ് റിസ്ക്, സർട്ടൺ ലെവൽ ഓഫ് റിസ്കിൽ എന്തുമാത്രം എക്സ്പെക്റ്റഡ് റിട്ടേൺ ഉണ്ടോ അതാണ് നമ്മളിവിടെ ഡോട്ട്സ് ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ 9 സെക്യൂരിറ്റീസിനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിലിപ്പം ALP എന്ന് പറയുന്നതിന് സെയിം ലെവൽ ഓഫ് റിസ്ക് ആണ് 0.7. വേരിയിങ് ലെവൽസ് ഓഫ് റിട്ടേൺസ് ആണ് അവർ തരുന്നത്. അപ്പൊ നമ്മൾ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് ഈ SML ലൈനിൽ വരുന്നതാണ് നമ്മുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പൊ L എന്ന് പറയുന്ന സെക്യൂരിറ്റി കറക്റ്റ്ലി പ്രൈസ്ഡ് ആണെന്ന് പറയാം, കാരണം നമ്മുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ തന്നെയാണ് ഈ പോർട്ട്ഫോളിയോയിലേക്ക് വന്നിരിക്കുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് സെക്യൂരിറ്റി A നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ റിട്ടേൺ തരുന്നുണ്ട്. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ സെക്യൂരിറ്റി അണ്ടർ പ്രൈസ്ഡ് ആണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ തരുന്നതാണ്, അതൊരു അണ്ടർ പ്രൈസ്ഡ് സെക്യൂരിറ്റി ആണ്. ഇനി P എന്ന് പറയുന്ന സെക്യൂരിറ്റി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ ലോവർ റിട്ടേൺസ് തന്നുകൊണ്ടിരിക്കുന്നതാണ് സെയിം ലെവൽ ഓഫ് റിസ്കിൽ. അപ്പൊ ഇതെന്ന് പറയുന്നത് ഓവർ പ്രൈസ്ഡ് ആണ്. ഇതിന് ഇത്രയും പ്രൈസിന്റെ വേർത്ത് ഇല്ല, കാരണം നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ പോലും ഇത് തരുന്നില്ല. അപ്പൊ ഇവിടെ ഈ SML ലൈനിന് മുകളിലുള്ള എല്ലാ പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്കും എക്സ്പെക്റ്റഡ് റിട്ടേൺസ് ഈ SML ലൈനേക്കാൾ മുകളിൽ വരുന്നതെല്ലാം എല്ലാ ടൈപ്പ് ഓഫ് പോർട്ട്ഫോളിയോസും അല്ലെങ്കിൽ സെക്യൂരിറ്റീസും അണ്ടർ പ്രൈസ്ഡും SML ലൈനിന് താഴെ വരുന്നതെല്ലാം ഓവർ പ്രൈസ്ഡുമാണ് എന്ന് നമുക്ക് കൺക്ലൂഷനിൽ എത്താവുന്നതാണ്. Thereby we can find out the value of the security, whether it is overpriced or underpriced. മുകളിൽ വന്നാൽ underpriced, താഴെ വന്നാൽ overpriced. ഇനി let's see some formulas that are calculations in CAPM. Okay, expected return calculate ചെയ്യാനുള്ള ഫോർമുലയാണ് RF plus beta into RM minus RF. ഇതിപ്പോൾ ഒരു ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിയുടേതാണ്, പോർട്ട്ഫോളിയോയുടെ അല്ല നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി റിട്ടേൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുലയാണ് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ പ്ലസ് ബീറ്റ ഓഫ് ദ സെക്യൂരിറ്റി, അതായത് അതിന്റെ സിസ്റ്റമാറ്റിക് റിസ്ക് എത്രയാണോ അത് ഇൻറ്റു RM മൈനസ് RF, ദാറ്റ് ഇസ് എ റിസ്ക് പ്രീമിയം. RM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ, RF എന്ന് പറഞ്ഞാൽ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പൊ നമ്മൾ എന്തുമാത്രം റിസ്ക് ബെയർ ചെയ്യുന്നു, റിസ്ക് പ്രീമിയം എത്രയാണ് പെർ യൂണിറ്റ് ഓഫ് റിസ്ക്
എന്തുമാത്രമാണ് per unit of risk that you bear, how much return do you get? അതാണ് നമ്മൾ ആ സെക്കൻഡ് ഹാഫിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ചിലപ്പോൾ എസ്റ്റിമേറ്റഡ് റിട്ടേൺ ക്വസ്റ്റ്യൻ തന്നിട്ടില്ലെങ്കിൽ ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യണം. P1 minus P0 plus D1 by P0. ഇവിടെ P1 എന്ന് പറയുന്നത് it denotes the estimated market price after 1 year. P0 എന്ന് പറയുന്നത് കറന്റ് മാർക്കറ്റ് പ്രൈസ് ആണ്. D എന്ന് പറയുന്നത് ആന്റിസിപ്പേറ്റഡ് ഡിവിഡൻഡ് ഫോർ ദ ഇയർ ആണ്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ എസ്റ്റിമേറ്റഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യണം. പോർട്ട്ഫോളിയോ റിട്ടേൺ എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഫോർ ദ സെക്യൂരിറ്റി തന്നെയാണ്. അതിൽ ബീറ്റ പോർട്ട്ഫോളിയോ ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാത്രം ഒരു ഡിഫറൻസ് ഫോർമുലയിൽ വരുന്നുള്ളൂ. ഇനി പോർട്ട്ഫോളിയോയുടെ ബീറ്റ വാല്യൂ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ അതായത് സിഗ്മ പ്രപ്പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ പോർട്ട്ഫോളിയോ ഇൻടു ബീറ്റ വാല്യൂ ഓഫ് ദ ഈച്ച് സെക്യൂരിറ്റി ഇൻ ദ പോർട്ട്ഫോളിയോ. അപ്പം നമ്മുടെ പോർട്ട്ഫോളിയോയിലുള്ള ഓരോ സെക്യൂരിറ്റിയിലും എന്തുമാത്രം പ്രപ്പോർഷൻ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു, എന്തുമാത്രം അതിൽ ബീറ്റ ഉണ്ട് എന്ന് വെച്ചാൽ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എല്ലാം കൂടെ ആഡ് ചെയ്തെടുക്കുന്നതാണ് പോർട്ട്ഫോളിയോ ബീറ്റ എന്ന് പറയുന്നത്. അതിങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. We look into some problems so that we'll get more clarity. See, in this case, security J has a beta of 0.75 while security K has a beta of 1.45. Calculate the expected return for these securities assuming that the risk-free rate is 5% and the expected return of the market is 14%. അപ്പോൾ നമ്മളോട് ഇപ്പം ഒരു പെർട്ടിക്കുലർ രണ്ട് സെക്യൂരിറ്റീസ് വന്നിട്ട് അതിൻ്റെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്? കാൽക്കുലേറ്റ് എക്സ്പെക്റ്റഡ് റിട്ടേൺ. എക്സ്പെക്റ്റഡ് റിട്ടേൺ സെക്യൂരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ പ്ലസ് ബീറ്റ ഓഫ് സെക്യൂരിറ്റി 1 ഇൻറ്റു RM മൈനസ് RF. രണ്ടാമത്തെ സെക്യൂരിറ്റി വരുമ്പോൾ ബീറ്റ ഓഫ് സെക്യൂരിറ്റി 2. അപ്പൊ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ ഇവിടെ തന്നിട്ടുണ്ടോ? RF വാല്യൂ 5% എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ 5 എന്ന് എഴുതി. ബീറ്റ രണ്ടുപേരുടെയും തന്നിട്ടുണ്ട് 0.75, 1.45. അപ്പൊ നമ്മളിവിടെ 0.75 എന്ന് എഴുതി. രണ്ടാമത്തെ സെക്യൂരിറ്റി കെയിൽ 1.45 എന്ന് എഴുതി. 5 രണ്ടിലും കോമൺ ആണ് റിസ്ക് ഫ്രീ റേറ്റ്. നെക്സ്റ്റ് എന്തുവാണ്? RM മാർക്കറ്റ് റിട്ടേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് മാർക്കറ്റ് 14 ആണ് തന്നിട്ടുണ്ട്. നമ്മൾ 14 രണ്ടെടുത്ത് എഴുതി. മൈനസ് RF 5 തന്നെയാണ് രണ്ടിടത്തും. അപ്പോൾ ഫോർമുലയിൽ ആകെ കൂടി വ്യത്യാസം വരുന്നത് ബീറ്റ വാല്യൂസിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സിമിലർ ഫിഗേഴ്സ് ആണ്. ഇനി ആ ഫോർമുല സോൾവ് ചെയ്ത് കഴിയുമ്പോൾ 11.75 18.05 നമുക്ക് കിട്ടും. The expected return of security J and K. Security K gives you more return than security J. Second question is, a security pays a dividend of 3.85 and sells currently at 83. Pays a dividend എന്ന് പറയുമ്പോൾ നമ്മുടെ D വാല്യൂ ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ P1 minus P0 plus D divided by P0 ആ ഒരു ഫോർമുലയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം. നോക്കിയാൽ ഡിവിഡൻഡ് തന്നിട്ടുണ്ട്. സെൽസ് കറന്റ്ലി അറ്റ് ₹83 എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ 83 എന്ന് പറയുന്ന വാല്യൂ നമ്മുടെ P0 വാല്യൂ ആണ്, ഇപ്പോഴത്തെ കറന്റ് പ്രൈസ്. സെക്യൂരിറ്റീസ് എക്സ്പെക്ടഡ് ടു സെൽ 90 അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ, അത് നമ്മുടെ P1 വാല്യൂ ആണ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എസ്റ്റിമേറ്റഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. The security has a beta of 1.15, risk-free rate of return is 5%, expected return on market index is 12. അപ്പൊ RF തന്നിട്ടുണ്ട്, ബീറ്റ തന്നിട്ടുണ്ട്, RM തന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ expected return calculate ചെയ്യാം. So assess whether the security is correctly priced. Expected return calculate ചെയ്യാനുള്ള ഫോർമുല ഇത് തന്നെയാണ്. We are familiar with it. RF വാല്യൂ ഒരു 5 തന്നു, ബീറ്റ 1.15, RM 12, risk free rate of return 5. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ 13.05. എസ്റ്റിമേറ്റഡ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ P1 minus P0 plus D1 by P0. P1 90 ആണ്, P0 83 ആണ്. ഇവർ രണ്ടിടത്തും അത് റെക്കോർഡ് ചെയ്തു. പ്ലസ് D1 3.85. സോൾവ് ചെയ്തപ്പോൾ നമുക്ക് എസ്റ്റിമേറ്റഡ് റിട്ടേൺ 13.07 എന്ന് പറഞ്ഞു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സെക്യൂരിറ്റി കറക്റ്റ്ലി പ്രൈസ്ഡ് ആണോ എന്നാണ്. അപ്പൊ നമ്മുടെ എസ്റ്റിമേറ്റഡ് റിട്ടേണും നമ്മുടെ എക്സ്പെക്റ്റഡ് റിട്ടേണും മോറോലെസ് സെയിം ആയതുകൊണ്ട് ഇറ്റ് ഇസ് കറക്റ്റ്ലി പ്രൈസ്ഡ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. നേരത്തെ ഫിഗർ അനുസരിച്ച് നമ്മുടെ എക്സ്പെക്റ്റഡ് റിട്ടേണിനേക്കാൾ കൂടുതലാണ് നമ്മുടെ എസ്റ്റിമേറ്റഡ് റിട്ടേൺ എങ്കിൽ അതിനെ നമ്മൾ അണ്ടർ പ്രൈസ്ഡ് എന്നും, എക്സ്പെക്റ്റഡ് റിട്ടേണിനേക്കാൾ കുറവാണ് നമ്മുടെ എസ്റ്റിമേറ്റഡ് റിട്ടേൺ ആണെങ്കിൽ ഓവർ പ്രൈസ്ഡ് എന്ന് നമ്മൾ പറഞ്ഞത്. ഇത് എസ്റ്റിമേറ്റഡ് റിട്ടേണും എക്സ്പെക്ട് റിട്ടേണും ഏകദേശം ഒരുപോലെ ആയതുകൊണ്ടാണ് ഇറ്റ് ഇസ് ഫെയർലി പ്രൈസ്ഡ് എന്നുള്ള ഒരു കൺക്ലൂഷനിൽ നമ്മൾ എത്തിയത്. The last question. See, this will be asked as a 15-mark essay question. They will give you the values of the estimated return. They will give you the beta values and they will give you the standard deviation. Calculate ചെയ്യുന്നത് എന്താണ്? In terms of security market line, CAPM ന്റെ അതേ ഫോർമുല തന്നെയാണ് SML ന്റെ.
Which of the securities listed above are underpriced? Assuming that a portfolio is constructed using equal proportions of the 5 securities listed above, calculate the expected return and risk of each portfolio. അപ്പോൾ നമുക്ക് രണ്ട് പാർട്ടായിട്ടാണ് നോക്കേണ്ടത്. ആദ്യത്തെ പാർട്ടിൽ അണ്ടർപ്രൈസ്ഡ് ആണോ സെക്യൂരിറ്റീസ് എന്ന് നോക്കണം. അപ്പോൾ അണ്ടർപ്രൈസ്ഡ് ആണോ എന്ന് അറിയാൻ എന്ത് വേണം? എസ്റ്റിമേറ്റഡ് റിട്ടേണും എക്സ്പെക്റ്റഡ് റിട്ടേണും കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ എസ്റ്റിമേറ്റഡ് റിട്ടേണിനേക്കാൾ കൂടുതലാണെങ്കിൽ അല്ലേ, എസ്റ്റിമേറ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് റിട്ടേണിനേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ അണ്ടർപ്രൈസ്ഡ് എന്ന് പറയും. അപ്പോൾ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സി ഫോർമുല ടു കാൽക്കുലേറ്റ് ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഇസ് RF പ്ലസ് ബീറ്റ ഇൻറ്റു RM മൈനസ് RF. അപ്പോൾ ഇവിടെ നോക്കിക്കോളാം, മാർക്കറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ RM എന്ന് പറയുന്നത്. മാർക്കറ്റിന്റെ ബീറ്റ വാല്യൂ തന്നിട്ടുണ്ട്. ഗവൺമെന്റ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മുടെ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. സോ RF വാല്യൂ ഇസ് 7, RM വാല്യൂ ഇസ് 15. അത് കൺഫ്യൂസ്ഡ് ആയി പോകരുത്. ഇനി എന്ത് ചെയ്താൽ മതി? ഇവിടെ ഈ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എല്ലാ സെക്യൂരിറ്റീസിനും RF RM വാല്യൂ സെയിം തന്നെയാണ്. ബീറ്റ വാല്യൂസ് മാത്രമേ മാറി മാറി വരുന്നുള്ളൂ. ദ ബീറ്റ വാല്യൂസ് ആർ ഗിവൻ ഇൻ ദ ക്വസ്റ്റ്യൻ. അങ്ങനെ നമ്മൾ 7, 15 മൈനസ് 7 എല്ലാത്തിലും സെയിം ആണ്. ബീറ്റ വാല്യൂസ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന പോലെ 5 സെക്യൂരിറ്റിയുടെയും എടുത്ത് എഴുതി ഇക്വേഷൻ സോൾവ് ചെയ്തു നമുക്ക് എക്സ്പെക്റ്റഡ് റിട്ടേൺസ് കിട്ടി. So A, B, C, D, E, expected return as we calculated according to the formula, estimated return as given in the question. We are going to compare. Expected return estimated return കൂടുതലാണ് in case of A. In case of B also കൂടുതലാണ്. In case of C also കൂടുതലാണ്. D യുടെയും E യുടെയും കേസിൽ കുറവാണ്. So നമുക്ക് എന്ത് പറയാം? Accordingly, securities A, B and C are underpriced. If the estimated return is higher than the expected return, അത് underpriced ആണ്. അണ്ടർപ്രൈസ് സെക്യൂരിറ്റീസ് കണ്ടുപിടിക്കാനായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് ഹാഫ്. അത് നമ്മൾ കണ്ടുപിടിച്ചു. ഡിയും ഇയും ഓവർ പ്രൈസ്ഡ് ആണ്. അത് ക്വസ്റ്റ്യനിൽ ചോദിക്കാത്ത കാരണം നമ്മൾ മെൻഷൻ ചെയ്തില്ല. ഇനി സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈക്വൽ പ്രപ്പോർഷനിൽ എല്ലാ സെക്യൂരിറ്റിയിലും ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ 5 സെക്യൂരിറ്റീസ് ഉണ്ട്, 1 ആവണം എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും. അപ്പൊ നമ്മൾ 0.2 വെച്ചിട്ട് ഈ ഓരോന്നിലും ഇൻവെസ്റ്റ് ചെയ്ത 0.20 എന്ന് പറഞ്ഞാൽ 5 പ്രാവശ്യം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 1 ആകും. അപ്പൊ നമുക്ക് പ്രപ്പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടി 0.20. അതിന്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺ ആൻഡ് റിസ്ക് ഓഫ് ദ പോർട്ട്ഫോളിയോ ആണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പൊ പോർട്ട്ഫോളിയോ ബീറ്റ വേണം. ഇതിപ്പം ബീറ്റ ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. പോർട്ട്ഫോളിയോ ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പ്രപ്പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഈച്ച് സെക്യൂരിറ്റി ഇൻറ്റു ബീറ്റ വാല്യൂ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സെക്യൂരിറ്റി. അപ്പോൾ ഓരോ സെക്യൂരിറ്റിയുടെയും ബീറ്റയുടെ കൂടെ 0.20 മൾട്ടിപ്ലൈ ചെയ്ത് എല്ലാം കൂടെ ആഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് പോർട്ട്ഫോളിയോ ബീറ്റ എന്ന് പറയുന്നത്. So portfolio beta is 1.16. ഇനി പോർട്ട്ഫോളിയോ റിട്ടേൺ എത്രയാണ്? RF ഇൻറ്റു പോർട്ട്ഫോളിയോ ബീറ്റ ഇൻറ്റു RM മൈനസ് RF. RF വാല്യൂ 7 ആണ്. RM മൈനസ് RF 15 മൈനസ് 7 ആണ്. നേരത്തെ തന്നെ നമുക്ക് അറിയാം. പോർട്ട്ഫോളിയോ ബീറ്റ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 1.16. അത് വെച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 16.28% ഇസ് ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് ദി പോർട്ട്ഫോളിയോ. പോർട്ട്ഫോളിയോ റിട്ടേണും റിസ്ക്കും നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ ഇത്രയാണ് CAPM റിലേറ്റഡ് ആയിട്ടുള്ളത്. SA ക്വസ്റ്റ്യൻ ആയിട്ട് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ CAPM എന്ന് പറഞ്ഞും ചോദിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഇതുപോലത്തെ ഒരു പ്രോബ്ലം, ഇതുപോലൊരു ടേബിൾ തന്നിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. ഇത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ആർബിട്രേജ് പ്രൈസിംഗ് തിയറി നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അതോടെ പോർഷൻ കംപ്ലീറ്റ് ആകും. താങ്ക് യു.